ഇങ്ങ് എത്തിയിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇംഗ്ലീഷിൽ വരാൻ സാധ്യത ഒരു ചോദ്യമാണ് അനൗൺസ്മെന്റ് എന്ന് പറയുന്നത്. സോ ഈ അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും നമുക്കറിയാം. അനൗൺസ്മെന്റ് എന്ന് പറയുമ്പോൾ ആ അനൗൺസ്മെന്റ് അല്ലെ, ആ അറിയിപ്പ് കേട്ടിട്ടായിരിക്കും അവിടെയുള്ള ആളുകളൊക്കെ ചിലപ്പോൾ ആ ഒരു പ്രോഗ്രാമിന് അവിടെ നിൽക്കുന്നതെന്നല്ല അല്ലെ. അതായത് അതിനെ പറ്റിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ശരിക്കും നമുക്ക് ആ ഒരു അനൗൺസ്മെന്റിലൂടെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റണം നമ്മുടെ ഓഡിയൻസിന് എന്നുള്ള. ആൻഡ് അത് ലൈവ് ആയിട്ടായിരിക്കും അവർ കേൾക്കുന്നത് എന്നുള്ള അല്ലെ. സോ നമുക്കിപ്പോ എക്സാമിനൊക്കെ അങ്ങനെ ഒരു ചോദ്യം കണ്ടാൽ നമുക്ക് എങ്ങനെ ഒരു അനൗൺസ്മെന്റ് അടിപൊളിയാക്കണം, എന്താ അതിനുള്ള ക്രൈറ്റീരിയ എന്നുള്ളത് നമ്മൾ അറിയണം അല്ലെ. സോ നോക്കുക, റൈറ്റിംഗ് ദ സ്ക്രിപ്റ്റ് ഓഫ് ദ അനൗൺസ്മെന്റ്. ആ സമയത്ത് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ടിപ്സ് എന്താ അനൗൺസ്മെന്റ് എഴുതുന്ന സമയത്ത് എന്ന് വെച്ചാൽ, ഒന്ന് റൈറ്റിംഗ് പ്രസന്റ് ടെൻസ് എന്നുള്ള. നിങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ പ്രസന്റ് ടെൻസിൽ വേണം എഴുതാൻ. കാരണം അനൗൺസ്മെന്റ് എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മൾ ആ ഒരു അനൗൺസ്മെന്റ് അല്ലേ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. സോ അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ പ്രസന്റ് ടെൻസിൽ എഴുതണം എന്നുള്ള. ആൻഡ് സെക്കൻഡ് വൺ, അഡ്രസ് ഓഡിയൻസ്. നമ്മൾ ആരെയാണോ അഡ്രസ് ചെയ്യുന്നത്, നമ്മുടെ കാണികൾ ആരാണോ, സ്കൂളിലെ ഫ്രണ്ട്സ് ആണോ, ആൻഡ് നാട്ടിലുള്ള അല്ലെ കോമൺ ആയിട്ടുള്ള ആളുകളാണോ, ഇങ്ങനെ ആരാണോ നമ്മുടെ ഓഡിയൻസ്, അവരെ നമ്മൾ എന്ത് ചെയ്യണം, അഡ്രസ് ചെയ്യണം. And the next one, it is better to begin the announcement in an attractive style. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റൈലില് നമ്മുടെ അനൗൺസ്മെന്റ് തുടങ്ങുക എന്നുള്ളത് എന്താ വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ആ അനൗൺസ്മെന്റ് അത്രയും അട്രാക്റ്റീവ് ആകുമ്പോഴേയും ആളുകളെ നമുക്ക് അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി പറ്റും. നമ്മൾ ആ പ്രോഗ്രാമിലേക്ക് എന്താണ് നമ്മൾ അവിടെ അനൗൺസ് ചെയ്യുന്നത്, ആ കാര്യത്തിലേക്ക്, ആ ഇവന്റിലേക്ക് അവിടെ എത്തിക്കാൻ നമ്മുടെ അനൗൺസ്മെന്റിന് പറ്റുമെന്നുള്ള. സോ നമുക്ക് ഈ ഓണം എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു അനൗൺസ്മെന്റ് ആണ് നമ്മുടെ അമിഗോ ബ്രദേഴ്സിലെ ഫൈറ്റിംഗ് സീനുമായിട്ടുള്ള അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞാൽ. സോ ആന്റോണിയും ഫെലിക്സുമായിട്ടുള്ള ആ ഒരു ഫൈറ്റിംഗ് സീൻ ഉണ്ടല്ലോ, അപ്പൊ അവരുടെ ആ ഒരു ബോക്സിംഗ് അല്ലെ, അവരുടെ ആ ഒരു ബോക്സിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നതിന് മുന്നേ എങ്ങനെയായിരിക്കും അവിടെ അനൗൺസ്മെന്റ് നടന്നിട്ടുണ്ടാവുക. ആ അനൗൺസ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. സോ നമ്മൾ ആ അനൗൺസ്മെന്റ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നോക്കൂ, യെസ്, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഓഡിയൻസ് നമ്മൾ അഡ്രസ് ചെയ്യണം അല്ലെ. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, now is the moment we have all been waiting for. അതായത് നമ്മളെ ഏവരും കാത്തിരിക്കുന്ന അല്ലെ ആ ഒരു നിമിഷമാണ് ഇത് എന്നുള്ള. The main event between the two fun young Puerto Rican fighters will begin shortly. അതായത് യെസ്, ഏറ്റവും വലിയ ഇതിലെ ആ ഒരു മെയിൻ ഇവന്റ് ആയിട്ടുള്ള നമ്മുടെ യങ് Puerto Rican ഫൈറ്റേഴ്സ് അവർ തമ്മിലുള്ള ആ ഒരു മത്സരം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ തുടങ്ങുമെന്നുള്ളതാണ്. The fighters are, ആരൊക്കെയാണ് നമ്മുടെ ഫൈറ്റേഴ്സ്? ആന്റോണിയോ ക്രിസും ഫെലിക്സ് വെർഗാസുമാണ്. And രണ്ടുപേരുടെ വെയിറ്റ് പറയാം. ഫെലിക്സ് വെർഗസ് weighs 134 pounds and his rival Antonio Chris weighs 133 pounds. The winner, ഇതിൽ ജയിക്കുന്ന ആളെന്തെയും will represent the boys club in the tournament of the champions, the Golden Glove. ഇതിൽ ആരാണോ ജയിക്കുന്നത് അതിലെ വിജയന്റെയും യെസ് ബോയ്സ് ക്ലബിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഗോൾഡൻ ഗ്ലൗ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും എന്നുള്ളതാണ്. ഇറ്റ് വുഡ് ബി റിയലി എ വണ്ടർഫുൾ കോമ്പറ്റീഷൻ. തീർച്ചയായിട്ടും ഇത് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു മത്സരമായിരിക്കും. Soon the whistle will go and you will see the wonderful boxing competition. അതായത് ഏതാനും നിമിഷങ്ങൾക്കൊക്കെ അല്ലെ ആ വിസിൽ മുഴങ്ങും. അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള ബോക്സിംഗ് കോമ്പറ്റീഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. Be ready for a breathtaking finish. And I can see the referee preparing to whistle. അതെ, എനിക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. റെഫറി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വിസിൽ മുഴക്കാൻ വേണ്ടിയിട്ട്. Hope all of you would enjoy it well. എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ എല്ലാ ആൾക്കാരും ഇത് എൻജോയ് ചെയ്യുമെന്നുള്ളത് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിർത്താം. ഇങ്ങനെയാണ് അനൗൺസ്മെന്റ് പറയാം. അതായത് അനൗൺസ്മെന്റ് ഒരു നമ്മളൊരു എനർജി ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു രസമില്ലാതെ ഒരു ലൈവ് ഇല്ലാതെ നമ്മളിപ്പോ നോർമലി ഇങ്ങനെ പറയാം, ഒരു പരിപാടി നടക്കുന്നുണ്ട് അല്ലെ, ബോക്സിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, ഈ രണ്ടുപേരാണ് മത്സരിക്കുന്നത്, അങ്ങനെ പറയുമ്പോൾ രസമില്ല. അപ്പൊ നമുക്ക് പക്ഷേ നമ്മുടെ അനൗൺസ്മെന്റ് നമ്മൾ പറയല്ല, ഇവിടെ എക്സാമിന് നമ്മൾ എഴുതാം. അപ്പൊ എഴുതുമ്പോൾ നമുക്ക് അടിപൊളി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അനൗൺസ്മെന്റിൽ എന്ത് ചെയ്യടാ ഇങ്ങനെയുള്ള എക്സ്ക്ലമേറ്ററി സൈനുകളൊക്കെ ഇല്ലേ നമ്മൾ കൊണ്ടുവരാം. ആശ്ചര്യ ചിഹ്നങ്ങൾ നമുക്ക് കൊണ്ടുവരാം. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സെന്റൻസ് അഥവാ 3 കുത്ത് ഇടുക നമ്മുടെ വാക്കുകൾക്ക് ശേഷം. അപ്പൊ അതൊക്കെ നമ്മുടെ അനൗൺസ്മെന്റ് ഒന്നും കൂടി അടിപൊളിയാവും. ആൻഡ് ഇനി വേണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അതായത് കേൾക്കുമ്പോൾ ഒരു ലൈവായിട്ട് നമ്മുടെ ഒരു അനൗൺസ്മെന്റ് എങ്ങനെ കേൾക്കാം അതേപോലെ വേണം നമ്മൾ എഴുതുമ്പോൾ
അപ്പൊ നമ്മളുടെ എഴുത്തിന് എന്ത് ചെയ്യും, ഇപ്പം 5-ല് 5 മാർക്ക് നമുക്ക് കിട്ടും. മറ്റത് എന്താ കിട്ടും, ചിലപ്പോൾ നമുക്ക് 4 മാർക്കോ കിട്ടാം. പക്ഷെ നമ്മളത് എന്ത് ചെയ്യണം, ഔട്ട്സ്റ്റാൻഡിങ് ആക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ എഴുതിയാൽ തന്നെ നമുക്ക് അനൗൺസ്മെന്റ് സെറ്റ് ആവും. സോ നമ്മുടെ വരാൻ സാധ്യതയുള്ള ഈ ഓണം എക്സാമിന് വരാൻ സാധ്യതയുള്ള അനൗൺസ്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകുന്ന വിചാരിക്കുകയാണ്. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. Bye.